ബീഫ് കുഞ്ഞിപ്പിടി ഇതെല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളൊരു ഡിഷാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ മലബാർ റീജിയനിലെ ആൾക്കാർക്കൊക്കെ ഇത് ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ളൊരു ഡിഷാണ്. ഇത് പണ്ട് കാലത്ത് നമ്മളെ മലബാർ റീജിയനിലെ മുസ്ലിംസൊക്കെ നോമ്പ് തുറക്കുമ്പോഴാണ് മെയിൻലി ഈ സാധനം ഉണ്ടാക്കി സ്റ്റാർട്ടായത്. നോമ്പ് തുറക്കുമ്പോൾ വയറ് കുറച്ച് ഫില്ലായിട്ടും പിന്നെ ഡൈജഷൻ കുറച്ച് ഈസാവാനൊക്കെ വേണ്ടിയിട്ടാണ് അവർ നോമ്പ് തുറക്കുമ്പോൾ ഈ ഡിഷ് ഉണ്ടാക്കി സ്റ്റാർട്ടായത്. ആൻഡ് ഇപ്പോൾ ഈ ഡിഷ് കുറച്ചും കൂടി കോമൺ ആയിട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ബീഫ് കുഞ്ഞിപ്പിടിയാണ് ഉണ്ടാക്കുന്നത്. ഇത് ഒരു ഒതൻറ്റിക് വേ ഓഫ് മേക്കിംഗ് ആണെന്നൊന്നും ഞാൻ പറയില്ല. ദിസ് ഈസ് ഹൗ ഐ മേക്ക്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ബീഫ് കറി ഉണ്ടാക്കി. ഇത് ഞാൻ ഉണ്ടാക്കുന്ന ഒരു ബീഫ് കറിയാണ്. ഒക്കെ കൂടി ഇട്ടിട്ട് കുഴച്ചിട്ട് ഒരു 10-12 വിസിൽ വരുമ്പോൾ നന്നായിട്ട് വേവും. ഈ കുഞ്ഞിപ്പിടീൻ്റെ ബീഫ് നന്നായി വേവണം കേട്ടോ, അല്ലെങ്കിൽ ഇത് കഴിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. പിന്നെ കുഞ്ഞിപ്പിടിയിൽ ഈ കോക്കനട്ട് ബേസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. സോ നല്ല വെളിച്ചെണ്ണയിൽ തേങ്ങയും പെരിഞ്ചീരകവും ചെറിയുള്ളിയും കറിവേപ്പിലും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്യാം. അത് ബ്രൗൺ കളർ ആവരുത് കേട്ടോ, അതിൻ്റെ ആ യെല്ലോയിഷ് കളർ മെയിൻറ്റെയിൻ ചെയ്യണം. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ട് അരച്ചിട്ട് നമ്മൾ വേവിച്ച് വെച്ച ബീഫ് കറിയിലേക്ക് ആഡ് ചെയ്യാം. ഇത് കുറച്ചൊരു ലൂസാക്കിയിട്ട് ഉണ്ടാക്കണം, ഭയങ്കര തിക്കായിട്ട് ഉണ്ടാക്കരുത് കേട്ടോ. കാരണം നമ്മൾ പിടി ഉണ്ടാക്കിയിട്ട് ഇതാകെ മൊത്തം മിക്സ് ചെയ്യാനുള്ളതുകൊണ്ട് ഗ്രേവി കുറച്ച് വാട്ടറി ആവണം, എന്നാൽ ഓവർ വാട്ടറി ആവരുത്. ഇനി നമ്മൾ പിടി ഉണ്ടാക്കുകയാണ് കേട്ടോ. പിടി ഉണ്ടാക്കാൻ ബെസ്റ്റ് ആമീസ് പൊടി, ആമീസ് പൗഡർ എന്ന് പറഞ്ഞിട്ടുള്ള റൈസ് പൗഡർ ഉണ്ട്, അതാ ബെസ്റ്റ്. അത് നമുക്ക് പച്ചവെള്ളത്തിൽ തന്നെ കുഴച്ചിട്ട് കുറച്ചും കൂടി സിമ്പിളാവും പ്രോസസ്സ്. അല്ലെങ്കിൽ കുഞ്ഞിപ്പിടീൻ്റെ പ്രോസസ്സ് കുറച്ച് എലാബറേറ്റഡ് ആണല്ലോ. ആൻഡ് നോർമൽ റൈസ് പൗഡറിനോട് ഉണ്ടാക്കണതിനെക്കാട്ടി കുറച്ചും കൂടി സോഫ്റ്റ് പിടി കിട്ടും നമുക്ക് ഈ ആമീസ് പൊടി ഉണ്ടാക്കിയാൽ. കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഈ പണികളൊക്കെ കുറച്ച് സിമ്പിളാവും കേട്ടോ. ദെൻ നല്ലതായിട്ട് സ്റ്റീം ചെയ്യുക. അത് ഗോൾഡൻ ആയാൽ നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ഗ്രേവി ബേസിലേക്ക് ഇട്ടിട്ട് ആകെ മൊത്തം ഒന്ന് മിക്സ് ചെയ്യാം. കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഒരു ലാസ്റ്റ് സ്റ്റെപ്പും കൂടി ഉണ്ട്. നല്ല വെളിച്ചെണ്ണയിൽ കുറച്ച് അധികം ചെറിയുള്ളി ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിക്കുക. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇതിൻ്റെ മുകളിലിട്ടിട്ട് ആകെ മൊത്തം ഒന്ന് മിക്സ് ചെയ്യാം. ഈ മൊരിഞ്ഞ ചെറിയുള്ളിൻ്റെ ഫ്ലേവറും കൂടി ഇതിലേക്ക് മിക്സ് ആകുമ്പോൾ നമ്മളെ കുഞ്ഞിപ്പിടി അടിപൊളിയാവും. സോ ഇത് ഉണ്ടാക്കാത്തവർ ഡു ട്രൈ. ഇതൊരു ടീ സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ഒരു ഡിന്നറായിട്ടോ ഒക്കെ നമുക്ക് ഉണ്ടാക്കാം. ഇതിൻ്റെ കോംപ്ലക്സിറ്റി കണ്ടിട്ട് ആരും സ്കിപ്പ് ചെയ്യണ്ട കേട്ടോ. ഇറ്റ്സ് വർത്ത് ട്രൈയിങ്.